ആചരിച്ചുകൊണ്ട് നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനയ്ക്കായി മിനിയെയും സീനയെയും ക്ഷണിക്കുന്നു. ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദധാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനദീപം നിറകതിർ ചൂടാൻ കാരുണ്യ സിന്ധോ തുണയ്ക്കണേ ദേവാ. കാരുണ്യ സിന്ധോ തുണയ്ക്കണേ ദേവാ. കാരുണ്യ സിന്ധോ തുണയ്ക്കണേ ദേവാ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. ബഹുമാന്യരെ, നമ്മുടെ വിദ്യാലയത്തിൽ നമ്മോടൊപ്പം ഏകദേശം 308 വിദ്യാർത്ഥികളാണ് പഠിച്ചിരുന്നത്. ഏകദേശം 300ഓളം പേര് ഇന്നുണ്ട്. നമ്മുടെ ഓർമ്മ 25 എന്ന പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് 91 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളാണ്. ലൈഫ് 91 എന്ന പേരിലാണ് സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ലൈഫ് 91ൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഷിഹാബുദ്ദീനെ സ്വാഗതം പറയുന്നതിനായി ക്ഷണിച്ചോളൂ. വേദിയിലെ വിശിഷ്ടാതിഥികളെ, ഗുരുജനങ്ങളെ, സദസ്സിലെ പ്രിയ കൂട്ടുകാരെ, കുടുംബാംഗങ്ങളെ, 1991 നമ്മുടെ ഈ സ്കൂളിൽ നിന്നും SSLC കഴിഞ്ഞ് പിരിഞ്ഞു പോയ A മുതൽ G വരെയുള്ള ഡിവിഷനിലെ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് ലൈഫ് 91. നമ്മൾ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 25 വർഷങ്ങൾക്ക് ശേഷം, അന്ന് ഇവിടുന്ന് പഠിച്ചിറങ്ങി ഇപ്പോൾ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 വർഷത്തോളമായി നമ്മളിപ്പോൾ ഈ 2016 ഈ 25 വർഷത്തിന് ശേഷം ഇതുപോലൊരു സ്വപ്ന സംഗമം ഉണ്ടാകുമെന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു മനസ്ഥിതിയിലായിരുന്നു. കാരണം അന്ന് പോകുന്നതിന് ശേഷം ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടായിട്ടും കൂടി വന്നാൽ ഒരു 10ഓ 15ഓ പേരെ മാത്രമേ നമ്മൾ തമ്മിൽ കാണാറുണ്ടായുള്ളൂ. എന്നിരുന്നാലും അതിനകത്തും വളരെ ഒരു 2ഓ 3ഓ അല്ല 5ഓ പേരോട് മാത്രം വളരെ അടുത്തിടപഴകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴൊക്കെ ധരിക്കാറുണ്ട്, നമ്മളെ കൂടെ പഠിച്ച പഴയ സുഹൃത്തുക്കളെ ഒന്ന് അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ, ഇതുപോലെ സംസാരിക്കാൻ ഒരവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടക്കുമെന്ന് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെ ഈ കൂട്ടായ്മയിലെ നമ്മളെ ഈ വിദ്യാർത്ഥികളുടെ ഞങ്ങളുടെ സഹപാഠി അനൂപ് എന്ന് പറയുന്ന സ്റ്റുഡൻ്റാണ് ഇങ്ങനെ ആശയത്തിനെ കുറിച്ച് ആദ്യം ഇങ്ങനെ സൂചിപ്പിച്ചതെങ്കിലും അതിനുശേഷം നമ്മുടെ നാട്ടിലുള്ള കുറച്ച് സഹപാഠികൾ കൂടി ഇങ്ങനെ ഒരു സംഗമത്തിനെ കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യണ്ടേ. സത്യം പറഞ്ഞാൽ ഞാൻ അവരെല്ലാം ഒരു തീരുമാനിച്ച് ഉറച്ചതിന് ശേഷം ആണ് ഞാൻ ഇങ്ങനെ ഒരു സംഘടനയുടെ പ്രവർത്തനത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. നമ്മൾ ആദ്യം ഒന്ന് ചുരുക്കി പറയാം, എന്ന് വെച്ചാൽ നമ്മളിത് ഒട്ടും നീട്ടിക്കൊണ്ടുപോകാത്ത ഒരു വലിയൊരു ഫംഗ്ഷനായിട്ട് നടത്താൻ നമുക്ക് ആഗ്രഹമില്ല. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കത് അവസാനിപ്പിക്കാനാണ് ആഗ്രഹം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനെൻ്റെ കർത്തവ്യം മാത്രം നടത്തിക്കൊണ്ട് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ നമുക്ക് അങ്ങനെ നീണ്ടു പോകും എന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇടയ്ക്ക് എൻ്റെ സംസാരം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം. നമ്മളുടെ ഈ പരിപാടി, നമ്മളീ സംഗമം, എനിക്ക് തോന്നുന്നത് ഈ സംഗമം ശരിക്കും ഏറ്റവും ഉദ്ഘാടനം ചെയ്യാൻ അർഹതയുള്ള വ്യക്തി നമ്മളെ മാസ്റ്റർ ആയിരിക്കുന്നതായിരിക്കുന്നു. നമ്മുടെ പ്രശസ്ത, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല,
നമ്മുടെ വിദ്യാധരൻ മാസ്റ്റർ, നമ്മളെ അയൽവാസി കൂടിയാണ്, ആറാട്ടുപുഴ. അപ്പോൾ വിദ്യാധരൻ മാസ്റ്ററെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ സ്നേഹപ്രഭാഷണം നടത്താനായിട്ട് നമ്മോടൊപ്പം നമ്മുടെ മറ്റൊരു അയൽക്കാരൻ, നമ്മുടെ പ്രിയങ്കരനായ ആംഗഡി ചന്ദ്രശേഖരൻ ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മളെല്ലാവരും HM ആയിട്ടുള്ള ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള അബ്ദുള്ള മാഷ പേര് പറഞ്ഞപ്പോൾ ഇത്തിരി പേടിയൊക്കെ വന്നിട്ട് പഴയൊരു ഓർമ്മ വന്ന്. മാഷ ഒരു ചൂരിലൊക്കെ ബാക്കിൽ വെച്ച് നമ്മളെ വരാന്തയെ കൂടെ നടക്കുന്ന സീനാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഇപ്പം കണ്ടപ്പോഴും ഫസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും പെട്ടെന്ന് ആ ഒരു ഫീൽ ഉണ്ടായത്. നമ്മുടെ സ്വന്തം അബ്ദുള്ള മാസ്റ്റർ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ള നമ്മളെല്ലാമായ നമ്മുടെ ഗുരുനാഥന്മാരാണ്. അവരൊന്നും നമുക്കൊന്നും ആരും ഇങ്ങനെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മളാണ് നമുക്കിന്ന് ഈ കൂട്ടായ്മയുടെ ഒരു ഉദ്ദേശം തന്നെ നമ്മളെല്ലാവരും ഒന്ന് തമ്മിലിരുന്ന് സംവദിക്കാനുള്ള ഒരു വേദി. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ പരിപാടിയുണ്ട്. ശാരീരിക അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിൽ ആ സമയം വരെ ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടാവണമെന്ന് ഞങ്ങൾ മാനസികമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളെ എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ പേരെടുത്ത് പറയാതെ തന്നെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിനകത്ത് ഒരു 2 വാക്ക് ഈ ഒരു വേദിയിൽ ചുരുക്കിയാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിലും 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു വലിയൊരു കുറവായിട്ട് മാറും. ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദിയിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഇതിൻ്റെ പുറകിൽ നമ്മളുടെ ഈ സംഘടനയ്ക്ക് ഈ നട്ടെല്ലിൽ നിന്ന് തന്നെ പറയാം കുറച്ച് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവരുടെ വിശദവിവരങ്ങൾ എനിക്ക് ശേഷമുള്ള ആളുകൾ ഇവിടെ സംസാരിക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ അവർ ഒരുപാട് മിസ്സിങ് ഉണ്ട്. അപ്പോൾ അവരെ ഈ വേദിയിലേക്ക് അവരുടെ അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നവർ. പിന്നെ വേറെ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളുള്ളൊരു കാര്യം, ഞങ്ങൾ 350 കുട്ടികളുടേതിൽ ഇപ്പോൾ 9 പേര് ഞങ്ങളോടൊപ്പം ഇല്ല. അത് വലിയൊരു ദുഃഖം തന്നെയാണ്. അപ്പോൾ അവരെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഗസ്റ്റുകൾക്കും, ആരെങ്കിലും എടുത്തു പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ പ്രിയ സഹോദരി സ്നേഹലിജിയെ ക്ഷണിക്കുന്നു. വേദിയിലെ ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, കുടുംബാംഗങ്ങളെ, സെക്രട്ടറി സൂചിപ്പിച്ച ഈ ലൈഫ് 91 എന്നൊരു സംഘടന രൂപീകരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കുന്ന കുറച്ച് നാളുകൾ നമ്മൾ അനുഭവിച്ച കുറേ നല്ല നിമിഷങ്ങളുണ്ട്. അത് തീർച്ചയായും കുറച്ച് കൂട്ടുകാരിൽ നിന്ന് തുടങ്ങി എല്ലാ കൂട്ടുകാരിലേക്കും എത്താനുള്ള ഒരു ശ്രമത്തിൽ ഓരോ കൂട്ടുകാരെയും നമ്മൾ കണ്ടെത്തുമ്പോഴുണ്ടായ നമ്മുടെ നിമിഷങ്ങളാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഔപചാരികതയുടെ പേരിൽ നമ്മൾ പറഞ്ഞു കാണും, നമ്മളെപ്പോഴെങ്കിലും കണ്ടുമുട്ടും, ഓർക്കണം വല്ലപ്പോഴും എന്നൊക്കെ. അപ്പോഴൊന്നും യാതൊരു ഉറപ്പില്ല നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ് കണ്ടുമുട്ടാന്ന്. 25 വർഷത്തിന് ശേഷം ശരിക്കും ചില ആളുകളെ കണ്ടെത്തുമ്പോൾ, തിരിച്ചറിയുമ്പോൾ, നീ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. നമ്മൾ ശരിക്കും ഇങ്ങനൊരു പരിപാടി വളരെ വൈകിപ്പോയെന്ന് തോന്നും. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ വലിയൊരു കരുത്തായിട്ട് മാറുന്നത്. ഈ ലൈഫ് 91 രൂപീകരിക്കപ്പെടുമ്പോൾ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇനി ഈ 25 വർഷം മുമ്പ് പടിയിറങ്ങിപ്പോയ നമ്മൾ ഒന്നിച്ചു കൂടിക്കൊണ്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒന്ന് തീരുമാനിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആരും പിരിഞ്ഞു പോകുന്നില്ല. നമ്മൾ എന്നും നമ്മുടെ കാലത്തോളം ലൈഫ് 91 ഒരുമിച്ച് പോകാൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. അതൊരു വലിയൊരു സംഗതിയാണ്. അത് വിജയിപ്പിക്കുന്ന ഒരു മനസ്സ് തന്നെയാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മളിവിടെ ഒത്തുകൂടിയ ഒരു സംഗതി. അതുപോലെ തന്നെ ലൈഫ് 91 ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നമുക്കറിയാം, എല്ലാ സായാഹ്നങ്ങളിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തിൽ എല്ലാ തിരക്കുകളിൽ നിന്നും കുറച്ച് സമയമെങ്കിലും അതിന് ചെലവഴിക്കുമ്പോൾ നമ്മൾ പങ്കിട്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു കൂട്ടായ്മ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അധ്യാപകരോട് പറയാനുള്ളത്,
നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഓരോ അധ്യാപകരുടെ വീട്ടിലും പോയിട്ട് കൂട്ടുകാർ ക്ഷണിക്കും. അന്ന് വൈകിട്ട് അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഓരോ കുട്ടികളും എന്നെക്കുറിച്ച് ചോദിച്ചോ, ആ ടീച്ചർ എവിടെ, എൻ്റെ ടീച്ചർ എവിടെ എന്ന് ചോദിക്കുന്ന കുറേ നിമിഷങ്ങളുണ്ട്. അതൊന്നും ഇവിടെ വിവരിക്കാൻ പറ്റാത്തത്ര ആഹ്ലാദം തന്നൊരു സംഗതിയാണ്. അധ്യാപകരോട് പറയാനുള്ളത്, ഈ ഇരിക്കുന്ന ഓരോരുത്തരും തൻ്റേതായ മേഖലയിൽ, ജീവിതത്തിൻ്റെ തൻ്റേതായ മേഖലയിൽ വന്ന പ്രതിസന്ധികളെ മുഴുവൻ വളരെ ഭംഗിയായി കവർ ചെയ്ത് ജീവിതത്തിൽ പോരാടി ജയിച്ചു വന്ന കുട്ടികളാണ്. അതിൽ അഭിമാനിക്കാവുന്നതാണ് ടീച്ചർമാർക്ക്. എടുത്തു പറയാവുന്ന കുറേ ആളുകളുണ്ട്, പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ തളിക്കുളം പഞ്ചായത്ത് ഭരിക്കുന്നത് രജനി എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരിയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അത് നമ്മുടെ കൂട്ടുകാരിയാണ്. അതുപോലെ തന്നെ വ്യാകരണം വിഷയമായെടുത്തുകൊണ്ട് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടിയ ശിവലാൽ അധ്യാപകനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പ്രായം 36 എന്ന് പറഞ്ഞിട്ട് ക്യാമ്പസിലേക്ക് കയറി ചെന്നുകൊണ്ട് LLBയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് വാങ്ങിക്കൊണ്ട് പാസ്സായ ഹണി നമ്മളെ കൂടെയുണ്ട്. ഇനി ഓരോരുത്തരുടെ പേരെടുത്ത് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഒരിക്കലും തളർന്നു പോവാതെ പോരാടി വന്ന വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടാണ്. അധ്യാപകർക്ക് ഒരുപാട് അഭിമാനത്തോടെ കാണാം. അവരൊക്കെ തന്നെ ഏതൊക്കെ പ്രൊഫഷണൽ ചെന്ന് പെട്ടാലും ഏതൊക്കെ കോളേജിൽ ചെന്ന് പെട്ടാലും തൻ്റെ തൻ്റെ വിദ്യാഭ്യാസ കാലം എന്ന് പറയുമ്പോൾ അത് സ്കൂൾ തന്നെയായിട്ടാണ് അവരുടെ മനസ്സിൽ നിൽക്കുന്നത്. ആ സന്തോഷമാണ് ഇത്രയും പേര് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒത്തുചേർന്നിരിക്കുന്നത്. ഞാൻ അധിക പ്രസംഗം നടത്തുന്നില്ല, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലൈഫ് 91ൻ്റെ ഗ്രൂപ്പുണ്ട്. നമുക്കറിയാവുന്നതാണ്, എല്ലാ ദിവസം ഒരു പാട്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടാവും. മനസ്സിലാക്കേണ്ടത് ആരും പാട്ടുകാരല്ല. ഒരിക്കൽ ചിലപ്പോൾ കുടുംബാംഗങ്ങൾ കുളിമുറിയിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടുക കേട്ടിട്ടുണ്ടാവില്ല. അവർ പോലും വൈകിട്ട് വന്നാൽ 2 വരി പാടിയിട്ടാണ് ആ ഗ്രൂപ്പിൽ നിന്ന് പോവാറ്. അത് മറ്റൊന്നുമല്ല, സംഗീതം ഇഷ്ടപ്പെടാത്തവരാരുമില്ല. മൂളിപ്പാട്ട് പാടാത്ത ഒരു കുഞ്ഞു പോലും നമ്മുടെ ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സംഗീതജ്ഞനായ വിദ്യാധരൻ മാഷ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരോടും ഇഷ്ടം. വിദ്യാധരൻ മാസ്റ്ററെ നാം പരിചയപ്പെടുത്തേണ്ടതില്ല. നഷ്ടസ്വർഗങ്ങളെ എന്നാരംഭിക്കുന്ന അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനം മാത്രം മതി നമുക്ക് അദ്ദേഹത്തെ ഓർക്കാൻ. കാരണം നാം നമ്മുടെ നഷ്ടസ്വർഗത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ വിണ്ണിൻ്റെ വിരിമാറിൽ കൽപ്പാന്തകാലത്തോളം ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ തുടങ്ങിയ അതിമനോഹരമായ മലയാളം മരിക്കുന്നിടത്തോളം നിലനിൽക്കുന്ന മനോഹര ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ വിദ്യാധരൻ മാസ്റ്ററാണ് നമ്മുടെ ചടങ്ങുദ്ഘാടനം ചെയ്യുന്നത്. കനാലും കരചേർത്ത് തുന്നിയ നല്ലൊരു മണൽപ്പട്ട് പോലെ നമ്മെ കൊതിപ്പിക്കുന്നു തളിക്കുളം. ഇവിടെയാണ് 25 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ പിരിയാതെ പിരിഞ്ഞ തളിക്കുളം ഹൈസ്കൂൾ. വാഗപ്പൂ വിതറിയ ഈ വിദ്യാലയമുറ്റത്ത് ഒരു വട്ടം കൂടി ഒത്തുചേരാമെന്ന് കരുതിയപ്പോൾ ആ ഓർമ്മകൾക്ക് ഓർമ്മ 91 എന്ന് പേർ ചൊല്ലി. 91 കാലഘട്ടത്തിലെ SSLC-ക്കാരായ നമുക്ക് ഓർക്കാതിരിക്കാനാവില്ലല്ലോ ഈ വിദ്യാലയകാലം. ഓർമ്മ അർത്ഥപൂർണമാകുന്ന നിമിഷം. നമ്മെ പിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവർക്കും ലൈഫ് 91 എന്ന കൂട്ടായ്മയ്ക്കും സ്നേഹവട്ടമേകാൻ ഓർമ്മച്ചിരാത് തെളിയുകയായി. ചിത്രങ്ങൾ വന്നു. വാഗപ്പൂ വിതറിയ സ്കൂൾ മുറ്റത്തെ പോയ കാലങ്ങളായി. വാഗപ്പൂ വിതറിയ സ്കൂൾ മുറ്റത്തെ പോയ കാലങ്ങൾ ഓർമ്മകളായി. തളിക്കുളം സ്കൂളിലെ ഹാജർത്താളിൽ
നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ വിദ്യാധരൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. ഇന്ന് അത്തം ആണ്. നമ്മുടെ എല്ലാവർക്കും ഓണാഘോഷം നേരുന്നു. അതോടൊപ്പം ഇന്ന് അത്തം നാളാണ്. ഒരു ഐശ്വര്യമേറിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു രാവിലെ എന്നുള്ളതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമായി തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരിക, കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാതിരിക്കുക, ഓർമ്മയിൽ എന്നും അത് കൊണ്ടുവരാനുള്ള ശ്രമം. അതിന് മുഖ്യമായി പറയുന്നത് സ്നേഹം, ശുദ്ധ മനസ്സ്, നന്മ, ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിൽ 25 വർഷം മുൻപ് പഠിച്ച് ഈ സ്കൂളിൽ നിന്ന് വിരമിച്ച ആൾക്കാരും ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടുത്തേതായിട്ടുള്ള അധ്യാപകന്മാരും കൂട്ടിച്ചേർന്ന് ഇന്ന് ഒന്നിച്ച് ഒരു പരിപാടി തീരുമാനിച്ച് അതിനൊരു ഉദ്ഘാടനം ചെയ്യുക, അതിൽ പങ്കെടുക്കുക, അതിനെന്നെ ക്ഷണിക്കുക എന്നുള്ളത് സത്യത്തിൽ അത് ജീവിതത്തിലൊരു നന്മയുള്ള നല്ല ദിവസമായും ഒരു അഭിമാനമുള്ള ദിവസമായി ഞാനതിനെ കണക്കാക്കുന്നു. പിന്നെ ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ പരിപാടികൾ തിരക്കുള്ള ദിവസമാണ്. ഞാൻ തന്നെ 3 പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ടും ഞാനവരോട് എന്നെ അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു 11 മണിക്ക് മുൻപ് എന്നെ വിടണം. എനിക്ക് വേറൊരു പരിപാടി എൻ്റെ ജന്മനാട്ടിൽ തന്നെയാണ്. അവിടെ ഫ്ലക്സ്